വിജയ്ക്ക് പോകാൻ അനുമതിയില്ല എന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇല്ല. കാരണം അത് TVKയോ അല്ലെങ്കിൽ പോലീസോ ആ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ ഇത് ഗൂഢാലോചന ഉണ്ടെന്നുള്ള ഹർജി പിന്നെ പരിഗണിക്കാമെന്നാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. പാലക്കാട് മുട്ടിക്കുളങ്ങരയിൽ കേരളോത്സവത്തിൽ സമ്മാനദാനത്തെ ചൊല്ലി സംഘർഷം. പുതുപ്പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുവിനും മറ്റംഗങ്ങൾക്കുമാണ് മർദ്ദനമേറ്റത്. സമ്മാനങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രശ്നം തുടങ്ങിയത്. നമ്മുടെ കേരളോത്സവം ഫുട്ബോളാണ് ഫൈനൽ ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഫുട്ബോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഫുട്ബോൾ കഴിഞ്ഞു വിജയിച്ചത് ഈ സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്ന ആളുകളാണ്. അവർ വിജയിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പ്രൈസ് ചോദിച്ചു. സമ്മാനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാളെയാണ് വിതരണം, അത് നേരത്തെ തീരുമാനിച്ചതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ വേണം, ഇപ്പോൾ കളിച്ചാൽ ഇപ്പോൾ വേണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ് ആദ്യം ഉണ്ടായത്. ഒരടിയും തന്ന് ചവിട്ടും തന്ന് ഞാൻ തെറിച്ച് വീട്ടിലേക്കാണ്. അപ്പോഴാണ് വലിയ ആക്ഷേപം നടന്നത്. ജാതിപ്പേര് വിളിച്ചിട്ട് വളരെ രൂക്ഷമായ രീതിയിലാണ് സംസാരിച്ചത്. ചെറുമനും ചെറുമിയും വലിച്ചാൽ ഇങ്ങനെ ഇരിക്കും. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, എന്താണ് സംഭവിച്ചത്? ഈ ആക്രമണം എന്ന് പറയുന്ന സംഗതി ഗൗരവമുള്ള സംഗതിയാണോ? ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കേരളോത്സവത്തിന്റെ ഈ ഫുട്ബോൾ മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ഇതിൽ സമ്മാന വിതരണം ഇന്ന് നടത്താം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് വാർഡ് മെമ്പർമാരും അറിയിച്ചതോടുകൂടിയാണ് ഒരു സംഘം ആളുകൾ ഈ മർദ്ദിച്ചത്. ഉടൻ തന്നെ ഈ സമാപന സമ്മേളനത്തിൽ വെച്ച് തന്നെ ഈ സമ്മാനങ്ങൾ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോവുകയുമായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ ഹേമാംബിക പോലീസ് ഈ സംഭവത്തെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേസെടുത്ത് തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അറിയുന്നത്. ശരി, സാജിദാണ് വിവരങ്ങൾ നൽകിയത്.